സർഫേസ് കൂടത്തായി സമസ്തയുടെ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പള്ളി പൊളിച്ചെടുത്ത് കാലുകുത്തുമോ കോൺഗ്രസ്, പിന്നെ ഒരു ആശ്ചര്യ ചിഹ്നം എന്ന് പറഞ്ഞാൽ അത് വളരെ വൈകാരികമായ തലക്കെട്ടാണ്. ആ മുഖപ്രസംഗത്തിലുടനീളം കടുത്ത ഭാഷയാണ്. കോൺഗ്രസ് ആ നിലപാട് സ്വീകരിച്ചാൽ രാഷ്ട്രീയമായി മാറ്റി ചിന്തിക്കേണ്ടി വരും തുടങ്ങിയ പൊളിറ്റിക്കൽ നിലപാട് പ്രഖ്യാപനമായിരുന്നു ആ മുഖപ്രസംഗം. എന്തുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനെ 100% നിരാകരിക്കുന്നത്? ശ്രീ നാസർ ഫൈസി കൂടത്തായി. അല്ല, മുഖപ്രസംഗത്തിലെ കണ്ടന്റിനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചിട്ടില്ല. കാരണം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ രാഷ്ട്രീയപരമായ ഒരു അജണ്ട BJP നടപ്പാക്കിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബാബരി മസ്ജിദ് നിലകൊണ്ടിരുന്ന സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ക്ഷേത്രമായി കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. പിടിച്ചെടുക്കപ്പെട്ട സ്ഥലമാണത്. ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആരാധനാ കേന്ദ്രമായി അംഗീകരിക്കാൻ പ്രയാസമാണ്. അതെന്തുമാകട്ടെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന് പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. നിങ്ങളുടെ മുഖപ്രസംഗം പറഞ്ഞതല്ല കേരളത്തെ നാസർ ഫൈസി കൂടെ താങ്കൾ ഇപ്പോൾ പറയുന്നത് പക്വമായ രാഷ്ട്രീയമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് പക്വമായ രാഷ്ട്രീയമാണ്. പക്ഷേ ഇതിൽ ആലോചന തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ താങ്കളുടെ സമസ്തയുടെ സംഘടനയുടെ മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ എന്താണ് ഒരേറെ മുന്നേറിയ എന്ന് പറഞ്ഞ മട്ടിലുള്ള ഏറെ, അത് വലിയ വൈകാരിക ഏറാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിലേക്ക് പോവരുത് എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുകയായിരുന്നു. കോൺഗ്രസ് അതിലേക്ക് പോയാൽ രാഷ്ട്രീയമായി മാറ്റി എന്ന് പറഞ്ഞാൽ വോട്ട് CPM കുത്തേണ്ടി വരും എന്ന് പരോക്ഷമായി പറയുകയായിരുന്നു മുഖപ്രസംഗം. അപ്പോൾ അതിനെ ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു അതിൻ്റെ മുഖപ്രസംഗം നിലപാട് സമസ്തയുടെ നിലപാടല്ല, സമസ്തയുടെ നിലപാട് പറഞ്ഞ് ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്? ശ്രീനാഥ് ഫൈസി കൊടുത്തായി. അല്ല, സമസ്തയുടെ പ്രസിഡന്റ് അതിൽ പോകണമെന്നും പറഞ്ഞിട്ടില്ല. അത് മുഖപ്രസംഗത്തിൽ വന്നിട്ടുള്ളത് ഒരു പത്രത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. പത്രത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സംഘടനയുടേതല്ല എന്ന് അദ്ദേഹം കൃത്യത്തോടെ പറഞ്ഞു. എന്ന് മനസ്സിലാക്കിയ മുഖപ്രസംഗത്തിൻ്റെ ആശയത്തോട് അദ്ദേഹത്തിൻ്റെ യോജിപ്പോ വിയോജിപ്പോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ നിലപാടല്ല, രാഷ്ട്രീയപരമായ സംഘടനകളുടെ നിലപാടാണ്. BJP രാഷ്ട്രീയക്കാരാണ് ഇറക്കുന്നത്. അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൊണ്ട് അവർ ചിന്തിക്കേണ്ടതാണ്. മുഖപ്രസംഗത്തിൽ ഈ പറയുന്ന BJPയുടെ രാഷ്ട്രീയ പ്ലോട്ടിനെ കുറിച്ച് മാത്രമല്ല സാർ പറയുന്നത്, കോൺഗ്രസിനെ ഉന്നം വെക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഹിന്ദി ഹൃദയഭൂമിയിൽ BJP വെക്കുന്ന ട്രാപ്പ് എന്താണ് ട്രാപ്പ് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ കോൺഗ്രസ് എടുക്കുന്ന ധർമ്മസങ്കടം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജനാധിപത്യം അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ആസന്നമാവുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോകുന്നില്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചാൽ BJP അതിനെ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകുമെന്നറിയാം. അങ്ങനെ നിലപാടെടുക്കാൻ വയ്യാതെ കോൺഗ്രസ് അവിടെ വല്ലാതെ നിൽക്കുമ്പോൾ അടിക്കുകയായിരുന്നു സമസ്ത മുഖപ്രസംഗം. ആ അടി ശരിയല്ല എന്നുകൂടി പറയുകയല്ല ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അല്ല അശ്വിനി, അവർ കൃത്യമായി പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ അജണ്ട അവർക്ക് നിർണ്ണയിക്കാം എന്നൊരു സമസ്തയുടെ നിലപാട്. സുപ്രഭാതം എന്ന് പറയുന്ന പത്രം സമസ്തയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കില്ല അത് പറയുന്നത്. കാരണം സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗമല്ല സംഘടനയുടെ അടിസ്ഥാനമായിരിക്കുന്ന നിലപാട്. ഒരു പത്രത്തിന് സമകാലികമായ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടൊരു കമൻറ്റ് നടത്തുകയും മുഖപ്രസംഗം എഴുതുകയും ചെയ്യാലോ. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സംഘടനയുടെ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ ഒരു യാത്രയെ സംബന്ധിച്ചുകൊണ്ട് വളരെ കണിശമായി നിഷിദ്ധ ഭാഷയിലാണ് സുപ്രഭാതം വിമർശിച്ചിട്ടുള്ളത്. അത് സംഘടന നിലപാടായിക്കൊള്ളണമെന്നുണ്ടോ? സംഘടനയുടെ നിലപാട് പത്രം പറയുന്നതല്ല, സംഘടന നിലപാട് സംഘടന പറയുന്നതാണ്. അതുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത് കൃത്യതയോടെയും വ്യക്തതയോടെയും പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് പോകുന്നതും പോവാതിരിക്കാൻ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത് മുസ്ലിം വികാരം വികൃതപ്പെടുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ അജണ്ടയുടെ ഭാഗമല്ല. ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾ പോകണോ പോകണ്ടേ എന്നെ സംബന്ധിച്ചുകൊണ്ടാണ് സംഘടന തീരുമാനിക്കുന്നത്. കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ചുകൊണ്ടാണ് സുപ്രഭാതം എഴുതിയിട്ടുള്ളത്. അത് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് ക്ഷേത്രം ഉണ്ടാക്കിയത് മസ്ജിദ് തകർത്തുകൊണ്ടാണ്. അതുകൊണ്ട് മസ്ജിദ് നിലകൊണ്ടിരുന്ന വഖഫ് ഭൂമിയിലാണ് ക്ഷേത്രം നിർമ്മാണം നടന്നത് എന്നതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷേത്രമായി കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് സുപ്രഭാതം വളരെ ഖണ്ഡിതമായ കാര്യത്തെ സംബന്ധിച്ചുകൊണ്ട് കമന്റ് നടത്തിയത്. കോൺഗ്രസ് അവിടെ പോകുന്നത് പോകാതിരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. അതിനെ വിലയിരുത്താൻ സുപ്രഭാതത്തിന് അധികാരമുണ്ട് ഒരു പത്രം എന്ന നിലക്ക്. പക്ഷേ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടല്ല. കാരണം ഞങ്ങൾക്ക് അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ നമ്മൾ വിമർശിക്കുമ്പോഴും കോൺഗ്രസിന്റെ നിലപാടുകൾ പറയുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇന്ന് സ്വാഭാവികമായി കൊണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ്.
അപ്പൊ കോൺഗ്രസ് സർ, നേതൃത്വം ഇതെല്ലാം ദേശീയ ഒരു- രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന സർ, ഇതെല്ലാം ഒരു നാക്കിൽ പറയല്ലേ? സാധ്യതകൾ സംബന്ധിച്ചുകൊണ്ട് ഇപ്പൊ കേരളത്തിന്റെ കോൺടെക്സ്റ്റ് അല്ല ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഉത്തരേന്ത്യൻ കോൺടെക്സ്റ്റിലാണ്. ഉത്തരേന്ത്യൻ കോൺടെക്സ്റ്റിന്റെ രാഷ്ട്രീയം ഏത് രീതിയിൽ ദൗർഭാഗ്യവശാൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കോൺടെക്സ്റ്റിൽ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാല് കുത്തിയാൽ ഇവിടെ പണി കിട്ടും എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ് അസ്രഫ് ഫൈസി കൊടുത്തായി? സുപ്രഭാതത്തിന്റെ നിലപാടല്ല സംഘടനയുടെ നിലപാട് എന്ന് കൃത്യമായി പറഞ്ഞാൽ പിന്നെ ഇതിനാണ് ഹാഷ്മി സുപ്രഭാതത്തിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യം? സമസ്തയുടെ നിലപാട് സമസ്തയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞല്ലോ. അതും എല്ലാ സംഘടനകളുടെയും യോഗത്തിന്റെ ശേഷമാണല്ലോ പറഞ്ഞത്. കോൺഗ്രസ് അവിടെ പോകുന്നതും പോകാതിരിക്കുന്നതും ഞങ്ങളുടെ അജണ്ടയല്ല, ഞങ്ങൾ അതേ സംബന്ധിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നില്ല, അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ സംഘടന നിലപാട് അതാണ്. ആ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയ ഒരു കാര്യത്തെ സംബന്ധിച്ച് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ വന്നല്ലോ എന്ന ചോദ്യം അപ്രസക്തമാണ്. ഒരു പത്രത്തിന് സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചുകൊണ്ട് വിമർശനാത്മകമായ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് എന്താ തടസ്സമുള്ളത്? വിമർശിക്കാലോ, നിലപാടിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് നിരൂപണം നടത്താമല്ലോ. ആ ഒരു വിമർശനാത്മകമായിരിക്കുന്ന ഒരു മുഖപ്രസംഗമാണ് സുപ്രഭാതം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ നടക്കുന്ന എല്ലാ പത്രങ്ങളുടെയും എല്ലാ മീഡിയകളുടെയും എഡിറ്റോറിയൽ കോളവും എഡിറ്റോറിയൽ അതും വേറെയാണ്. മുഖപ്രസംഗം എന്ന് പറയുന്നത് ആ പത്രത്തിന്റെ നിലപാടാണ്, അല്ലെങ്കിൽ ആ പത്രത്തിന് ലോകത്തോട് പറയാനുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ദേശാഭിമാനി ആവട്ടെ, വീക്ഷണമാകട്ടെ, ജനയുഗമാകട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പാർട്ടി മുഖപത്രത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി അജഗജാന്തരമുള്ള ഒരു മുഖപ്രസംഗം സാധാരണഗതിയിൽ വരാറുണ്ടോ? ഇല്ല. അല്ല, പത്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രഭാതം അതിൻ്റെ പൊതു പോളിസിയെ സ്വീകരിക്കുന്നത് സമസ്തയുടെ പക്ഷത്ത് എന്നതുകൊണ്ടല്ല, സമസ്തയ്ക്ക് വിരുദ്ധമായ, സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു ലേഖനം പോലും പ്രസിദ്ധീകരിക്കില്ല. അതിനെ ദേശാഭിമാനിയോടും മറ്റു പത്രങ്ങളോടും ഉപമിക്കുന്നത് ശരിയല്ല. സമസ്ത ഒരു പൊതുവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ അതാത് വീക്ഷണപ്രകാരം പറയുകയും രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന, വിമർശിക്കേണ്ടവയെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പത്രമാണ് എന്നോർത്തുകൊണ്ട് അതിൽ വരുന്ന എല്ലാ എഡിറ്റോറിയലും സംഘടനയുടെ ആധികാരികമായിരിക്കുന്ന നിലപാടല്ല. അതാണ് സുപ്രഭാതവും അതുപോലെ തന്നെ പൊതുപത്രം എന്ന നിലയിൽ അവകാശപ്പെടുന്ന എല്ലാ പത്രങ്ങളും ചെയ്യുന്ന നിലപാട്. ഇപ്പോൾ മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമത്തിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണോ മാധ്യമത്തിന് എഡിറ്റോറിയൽ വരാറുള്ളത്? പൊതുവീക്ഷണവുമായി കൊണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിന്റെ മുഖപ്രസംഗം താങ്കൾ കാണിച്ചു തരാമോ? അല്ലെങ്കിൽ മാധ്യമത്തിന്റെ മുഖപ്രസംഗം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടല്ല എന്ന് അതിന്റെ നേതാവ് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവം കാണിച്ചു തരാമോ? കഴിഞ്ഞ ദിവസം മാധ്യമം സത്യത സുപ്രഭാതം എഴുതിയതിനേക്കാൾ അതിരൂക്ഷമായി കോൺഗ്രസ് അവിടെ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ് ആ എഡിറ്റോറിയൽ. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ്, നിങ്ങളുടെ നിലപാടല്ല. അതാണ് എന്റെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിന്റെ നിലപാട് അല്ല ഹാഷിമി, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അതാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ പ്രസ്താവന വരട്ടെ. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് അവിടെ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ നിലപാട് വരാത്ത കാലത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പറയട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ.